വളരെ നിർണായകമായ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസ് നടത്തുന്ന സമര പ്രഖ്യാപനം ദേശീയ തലത്തിൽ അധികാരത്തിലിരിക്കുന്ന സംഘപരിവാർ ശക്തികൾക്കെതിരായി കേരളത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാരിനെതിരായി ഇവരുടെ യഥാർത്ഥ മുഖം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി നടത്തുന്ന സമര തന്നെയാണ് ഈ സമരാത്മക. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിന്റെ മഹിതമായ പാരമ്പര്യം, നമ്മുടെ ദേശീയ പ്രസ്ഥാനം മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും രവീന്ദ്രനാഥ ടാഗോറും എല്ലാം ഉൾപ്പെട്ട ലോകം മുഴുവൻ അസൂയയോടുകൂടി നോക്കിക്കണ്ട ദേശീയ പ്രസ്ഥാനത്തിന്റെ മഹനീയമായ പാരമ്പര്യം. ജനാധിപത്യം, മതേതരത്വം, സോഷ്യലിസം എന്ന വാക്കുകൾ ആകാശത്ത് നിന്ന് പൊട്ടിവീണ വാക്കുകളല്ല. അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ ചോരയിൽ എഴുതി വെച്ച വാക്കുകളാണ്. ഈ രാജ്യം ദേശീയ പ്രസ്ഥാനത്തിന്റെ തുടർച്ചയായി അതിന്റെ ഉൽപ്പന്നമായ ഒരു ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ ആ ഭരണഘടന ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകുന്ന ഒരു ഉറപ്പുണ്ട്. നമ്മുടെ മൗലികമായ അവകാശങ്ങൾ, റൈറ്റ് ടു ലിവ് എന്നാണ് ആർട്ടിക്കിൾ 21 പറയുന്നത്. ഭരണഘടനയുടെ 21-ാം വകുപ്പ്, ജീവിക്കാനുള്ള അവകാശം. ഞാൻ പറയാനുള്ളത് അത് റൈറ്റ് ടു ലിവ് എന്ന് മാത്രമല്ല, റൈറ്റ് ടു ലിവ് വിത്ത് ഡിഗ്നിറ്റി എന്നാണ് എന്റെ അർത്ഥം. ആത്മാഭിമാനത്തോടെ തല ഉയർത്തിക്കൊണ്ടേ നമ്മുടെ നാട്ടിൽ ജീവിക്കാനുള്ള എല്ലാ പൗരന്മാരുടെയും അവകാശം. അതാരുടെയും ഔദാര്യമല്ല. നമ്മൾ സമരം ചെയ്ത് നമ്മുടെ പിന്തലമുറക്കാർ അവരുടെ ചോര ഈ മണ്ണിൽ വീഴ്ത്തി അവര് നമുക്ക് വാങ്ങിച്ചു തന്ന സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥമാണ്. ഇവരെ ഒരു ഭരണകൂടം അധികാരത്തിൽ വന്നു ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള വിദ്വേഷത്തിന്റെ പ്രയത്നം നടത്തുന്നു. അവര് ജാതിയും മതവും ആയുധമാക്കി ഈ ഒരു ബഹുസ്വര സമൂഹത്തെ, നമ്മുടെ ഇന്ത്യ എന്നുള്ള ആശയത്തെ അവർ തകർക്കാൻ ശ്രമിക്കുന്നു. അവർ മതത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടിക്കലർത്തുന്നു. രാമൻ നമുക്ക് ആരാധ്യനായ ദൈവമാണ് ഹിന്ദുക്കൾക്ക്, അല്ലേ? ആ രാമന് വരെ രാഷ്ട്രീയമായി ആയുധമാക്കുന്നു. അതിന്റെ പേരിൽ ഭിന്നിപ്പുണ്ടാക്കാൻ അവർ വെല്ലുവിളിക്കുന്നു. ഒരു ക്ഷേത്രം പണിത് കഴിഞ്ഞപ്പോൾ ഇനി എല്ലാ പള്ളികളും പൊളിക്കുമെന്നാണ് പറയുന്നത്. പള്ളി പൊളിച്ച് ക്ഷേത്രങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം. അത് കേട്ട് കേരളത്തിലെ ബിജെപിക്കാരും തൃശ്ശൂരിലെ ക്രിസ്ത്യൻ പള്ളി പൊളിക്കുമെന്നാണ് പറയുന്നത്. രാജ്യത്തെല്ലായിടത്തും ക്രൈസ്തവർക്ക് നേരെ ആക്രമണം നടന്നു. 2200-ലധികം ആക്രമണങ്ങൾ. ക്രിസ്മസ് ആരാധനകൾ പോലും തടസ്സപ്പെട്ടു. നിരവധി വൈദിക ശ്രേഷ്ഠരും പാസ്റ്റർമാരും ജയിലുകളിലാണ്. അവരെ ആക്രമിച്ചെന്നവർക്ക് പരാതിയായി ഒരു പോലീസ് സ്റ്റേഷനിൽ പോയാൽ പരാതി പറയുന്ന ക്രൈസ്തവരെ ജയിലിലാക്കും. മണിപ്പൂരിൽ 254 ക്രൈസ്തവ ദേവാലയങ്ങളാണ് കത്തിച്ചത്. കത്തിച്ചു കളഞ്ഞു. മതസ്ഥാപനങ്ങൾ തകർത്തു. ഞങ്ങൾ മതി, വേറാരും ഈ രാജ്യത്ത് വേണ്ട. ഞാൻ പറയും, ഇവരാണ് ഹൈന്ദവരുടെ ഏറ്റവും വലിയ ശത്രുക്കൾ. നമ്മൾ തോളോട് തോളൊരുമി ജീവിക്കുന്നവരാണ് നമ്മുടെ നാട്ടിൽ. ആ നമുക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ അവർ ശ്രമിക്കുന്നു. അവർ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നു. മതപരമായ അവകാശങ്ങളെ ഇല്ലാതാക്കുന്നു. ഇന്ത്യയുടെ മതേതരത്വം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളെയും ചേർത്തുപിടിക്കുന്ന മഹത്തായ ഒരു ആശയമാണ്. ജനാധിപത്യം നിങ്ങളോട് വിയോജിക്കാനുള്ള ഒരാളുടെ അഭിപ്രായത്തെ, നിങ്ങൾക്ക് വിയോജിപ്പുണ്ടാകും, പക്ഷെ നിങ്ങളോട് വിയോജിക്കാനുള്ള മറ്റൊരാളുടെ അവകാശത്തെ ബഹുമാനിക്കും.
ഭരിക്കുന്ന നാടാണ് ഇന്ത്യ. ആ ഇന്ത്യ എന്നുള്ള ആശയത്തിന്റെ അടിത്തറയാണ് ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവും. അത് തകർക്കാൻ ഇവർ ശ്രമിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നമ്മളല്ലാതെ, കോൺഗ്രസ് അല്ലാതെ അതിനെ സംരക്ഷിക്കാൻ മുന്നിൽ നിന്ന് പട നയിക്കേണ്ടത് വേറെ ആരാണ്? നമ്മൾ. നമുക്കതിന് കഴിയും, നമുക്ക് ഇവരെ തോൽപ്പിക്കാൻ കഴിയും. നിങ്ങളോട് ഞാൻ പറയുന്നു, ലോക ചരിത്രം പരിശോധിച്ചാൽ എല്ലാ ഏകാധിപതികളും ഭീരുക്കളായിരുന്നു. ലോകത്തെ എവിടെയെല്ലാം ഹിറ്റ്ലറും മുസോളിനിയും സ്റ്റാലിനും അടക്കമുള്ളവരെല്ലാവരും ഭീരുക്കളായിരുന്നു. പേടിയായിരുന്നു, അവർക്കെല്ലാം ഭയമായിരുന്നു. അവർ ചെയ്തു കൂട്ടിയ അതിക്രമങ്ങൾ അവരെ വേട്ടയാടിയിരുന്നു. അവരാണ് ഭീരുക്കൾ. നമ്മൾ നിർഭയരായി അവരെ ചോദ്യം ചെയ്യേണ്ടവരാണ്. അത് ഡൽഹിയിലെ ഏകാധിപതിയായാലും തിരുവനന്തപുരത്തെ ഏകാധിപതിയായാലും ഭീരുക്കളാണ്, ഭീരുക്കൾ. ഞാൻ പറയും തമാശകളി, നമ്മൾ രാത്രി ഉറങ്ങാൻ നേരത്ത് വാതിൽ കൊളുത്തിട്ടോ ജനാലയെ കൊളുത്തിട്ടോ എന്ന് അന്വേഷിക്കുന്നു. ഇവര് തന്നെത്താൻ വാതിലിന്റെ സാക്ഷയിടും, തന്നെത്താൻ കൊളുത്തിടും, എന്നിട്ട് കട്ടിലുമോ പോയി എന്നിട്ട് ഒരു പേടിയാവും. ശരിക്കും ഇട്ടതാണ്. രണ്ടാമത് ഒന്നും കൂടി പോയി നോക്കും. രാത്രി ഉറങ്ങുമ്പോൾ 2 മണിക്ക് ഞെട്ടി ഉണരും. ആരെങ്കിലും ജനലയുടെ കൊളുത്ത് മാറ്റിയിട്ടുണ്ടോ? രാത്രി ടോർച്ചടിച്ച് നോക്കുമ്പോൾ കൊളുത്ത് ശരിയായിട്ടുണ്ടോ? അത്രയും ഭീരുക്കളായവർ. ഈ ഭീരുക്കളെ ഈ രാജ്യത്തിന്റെ മണ്ണിൽ മുട്ടുകുത്തിക്കാൻ ഇന്ത്യയിലെ കോൺഗ്രസ് നിർഭയനായി മുന്നോട്ട് പോകണം. ഭിന്നിപ്പിക്കാൻ അവർ ശ്രമിക്കുമ്പോൾ നമ്മുടെ നേതാവ് രാഹുൽ ഗാന്ധി രാജ്യത്തെ ഒന്നിപ്പിക്കാനുള്ള തീവ്രമായ യാത്രയിലാണ്. ചെറുത്തുനിൽക്കുകയാണ് നമ്മൾ. ആ ചെറുത്തുനിൽപ്പ് ഈ രാജ്യം മുഴുവൻ നടക്കുമ്പോൾ അതിൽ കേരളത്തിന്റെ പങ്കാളിത്തമാണ്. മതേതര കേരളമാണ് എന്ന് ഈ രാജ്യത്തിന്റെ മുകളിൽ കയറി ഉറക്ക വിളിച്ചു പറയാൻ നമുക്ക് കഴിയണം. ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന് 20 സീറ്റും കൊടുത്താൽ ഇത് മതേതര കേരളമാണ്, ഇങ്ങോട്ട് കളി വേണ്ട എന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നു. കേരളത്തിൽ ഇവിടെ ശ്രീ വിശ്വനാഥ പെരുമാൾ അണ്ണനെയും തമ്പിയെയും കുറിച്ച് പറഞ്ഞു. ഞങ്ങളെ കുറിച്ച് വേറൊരു അണ്ണനും തമ്പിയുണ്ട്, നരേന്ദ്രമോദിയും പിണറായി വിജയനും. അണ്ണനും തമ്പിയാണ്. സുധാകരൻ പറഞ്ഞു, ഞങ്ങളുടെ രാവിലെ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, പ്രധാനമന്ത്രിയെ യാത്രയാക്കാൻ മുഖ്യമന്ത്രി പോയതിൽ എന്താ തെറ്റ്? ഞങ്ങൾ പറഞ്ഞു, ഒരു തെറ്റുമില്ല. പ്രധാനമന്ത്രിയെ യാത്രയാക്കാൻ മുഖ്യമന്ത്രി പോകണം, പ്രധാനമന്ത്രി വരുമ്പോൾ സ്വീകരിക്കാൻ പോകണം. പക്ഷെ ആ നിപ്പുണ്ടല്ലോ, ദൈവമേ സഹിക്കില്ല. ആ നിപ്പ് ഞങ്ങൾ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചു, നിങ്ങളുടെ ലൈബ്രറിയിലാണ്, എല്ലാ പത്രത്തിലും എല്ലാ TV ചാനലിലും എവിടെയെങ്കിലും വേറെ ആരുടെയെങ്കിലും മുമ്പിൽ പിണറായി വിജയൻ ഇതുപോലെ നിൽക്കുന്ന ഒരു പടം ഒന്ന് കാണിച്ചാകുന്നു? ഈ മുമ്പിലുള്ള നിപ്പാണ് കേരളം അപേക്ഷിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഹൈദരാബാദിലും ബാംഗ്ലൂരിലൊക്കെ പോയി. ഹൈദരാബാദിലെയും ബാംഗ്ലൂരിലെയും ഈ IT ഇൻഫ്രാസ്ട്രക്ചർ ചെയ്യുന്ന ആളുകളെല്ലാം വേറിട്ടിരിക്കുകയാണ്. എന്തറിയോ? കേരളത്തിൽ വലിയ ഒരു മുന്നേറ്റം IT രംഗത്തുണ്ടാകും എന്ന് അവർ ഭയപ്പെടുന്നു. കേരളത്തിൽ IT രംഗത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടായാൽ തകരാൻ പോകുന്നത് കർണാടകത്തിലെയും ഹൈദരാബാദിലേക്കുള്ള IT സ്ഥാപനങ്ങളാണ്. എന്താ അവർ ഭയപ്പെടാൻ കാര്യം? മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പ്രഖ്യാപനം ഉണ്ടായി. എവിടെ? നിയമസഭയിൽ. എന്റെ ഭാര്യ റിട്ടയർ ചെയ്ത് വന്നപ്പോൾ കിട്ടിയ പണം കൊണ്ടാണ് എന്റെ മകൾ ബാംഗ്ലൂരിൽ പോയി IT കമ്പനി തുടങ്ങിയത്. ഇത് ശരിയാണെങ്കിൽ ഇനി റിട്ടയർ ചെയ്യാൻ പോകുന്ന എല്ലാ ഉദ്യോഗസ്ഥരും എല്ലാ അധ്യാപകരും മക്കൾക്ക് കാശ് വിട്ടു കൊടുത്ത് IT സ്ഥാപനം തുടങ്ങിയ കേരളത്തിന്റെ സ്ഥിതി എന്തായിരിക്കും? ഓരോരുത്തരും റിട്ടയർ ചെയ്യുന്ന ഓരോരുത്തരുടെയും മക്കൾ 100 കോടി 200 കോടി രൂപയുടെ IT സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയ കർണാടകത്തിലെയും ഹൈദരാബാദിലെയും
IT സ്ഥാപനങ്ങൾ കൂട്ടിപ്പോയി ഒന്നിച്ചിരിക്കുക. ആരോടാണ് ഈ പിണറായി ആദ്യം പറഞ്ഞത്? ഈ കൈകൾ ശുദ്ധമാണ്. മറ്റേ ശങ്കരടി കൈകാര്യം. പിന്നെ പറഞ്ഞു ഈ മടിയിൽ കഥയില്ല. പിന്നെ പറഞ്ഞു ഏത് അന്വേഷണവും നേരിടാം. അന്വേഷണം പ്രഖ്യാപിച്ചപ്പോ കേസ് അന്വേഷിക്കാൻ ഹൈക്കോടതിയിൽ പോകുന്നു, മോള് ബാംഗ്ലൂരിലേക്ക് പോകുന്നു. അതെന്താ? അന്വേഷണം വേണ്ടെന്ന് പറഞ്ഞ ആളിപ്പോ അന്വേഷണം വരട്ടെ എന്ന് പറഞ്ഞ ആളിപ്പോ അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടി ഓടുന്നത് എന്താ? മടിയിൽ കനമുണ്ട്, കൈകൾ ശുദ്ധവുമല്ല, അന്വേഷണത്തെ പേടിയുമുണ്ട് അല്ലേ? പക്ഷെ നമുക്ക് വലിയ വിശ്വാസമില്ല. കാരണം എന്താ? അണ്ണനും തമ്പിയും ഒന്നിക്കും. അവിടെ ഇരിക്കുന്ന അണ്ണൻ തമ്പിയെ പെടുത്തണമെന്നുണ്ട്. പക്ഷേ ഈ തമ്പി പെട്ടുപോയാൽ ഇവിടെ BJP-ക്കാരല്ല വരാൻ പോകുന്നത് അല്ലേ? അതിന്റെ ഗുണം കേരളത്തിലെ കോൺഗ്രസിനും UDF-നും ഉണ്ടാകും. സംഘപരിവാറിന്റെ ലക്ഷ്യം കോൺഗ്രസ് മുക്ത ഭാരതം. ഇവിടുത്തെ പിണറായി വിജയന്റെയും കൂട്ടുകാരുടെയും ലക്ഷ്യം കോൺഗ്രസ് വിരുദ്ധത. ഇത് രണ്ടും തമ്മിൽ സന്ധി ചെയ്യും. നാട് കുട്ടിച്ചോറാക്കി. ഞാൻ പറയുന്നല്ലോ, നാട് കുട്ടിച്ചോറാക്കി. 5 നയാ പൈസ കയ്യിലില്ലാതെ ട്രഷറി താഴിട്ട് കൂട്ടിയിട്ട് താക്കോല് പോക്കറ്റിട്ട് കിടക്കുകയാണ് പിണറായി. 1 നയാ പൈസ കയ്യിലില്ല. കേരളത്തെ തകർത്ത് തരിപ്പണമാക്കി. നികുതി പിരിവില്ല, ദൂർത്ത്, അഴിമതി, ഒന്നിനും പണമില്ല. ഇവിടെ പറയല്ലോ, ആന ഒരാളെ കൊന്നു. കേരളത്തിൽ കഴിഞ്ഞ ഡിസംബർ വരെ, ഈ ഡിസംബർ മാസം വരെ 85 പേരെയാണ് കാട്ടുമൃഗങ്ങൾ കൊന്നത്. 2016 മുതൽ വന്യജീവികൾ കൊല്ലുന്ന മനുഷ്യരുടെ എണ്ണം 909. 48 കോഴികൾ മാറ്റി. ഇതുവരെ വന്യമൃഗ ആക്രമണം ഉണ്ടായ 6773 പണമില്ല. ഒരു പണമില്ല കയ്യിൽ. മരുന്ന് മേടിക്കാൻ പണമില്ലാതെ സാമൂഹ്യ സുരക്ഷ പെൻഷൻ കിട്ടാത്ത പാവങ്ങൾ തെരുവിലിറങ്ങിയാണ്, കരയാണ്, സങ്കടങ്ങളാണ്. എവിടെ ചെന്നാലും വിഷമമാണ്, ജപ്തി നടപടികളാണ്. കൃഷിയിടങ്ങളും കിടപ്പാടങ്ങളും ജപ്തി ചെയ്യപ്പെടുകയാണ്. മനുഷ്യൻ അവന്റെ ഏറ്റവും വലിയ ദുരന്തപൂർണമായ കാലഘട്ടത്തിലൂടെ പോകുന്നു. 8 കൊല്ലം കേരളത്തിൽ അധികാരത്തിൽ ഇരുന്നിട്ട് ഈ സംസ്ഥാനത്തെ തകർത്ത് തരിപ്പണമാക്കി അവർക്കെതിരായി സമരാഗ്നി നാളെ പടരും. കാരണം ഇത് ജനമനസ്സിലെ തീയാണ്, ജനങ്ങളുടെ ഉള്ളിലെ തീയാണ്. അതാണ് സമരാഗ്നിയായി നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കയ്യും മെയ്യും മറന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ നിങ്ങൾ ഉജ്ജ്വലമായി പ്രവർത്തിക്കണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. നമ്മൾ പോരാടുന്നത് ഈ നാടിന് വേണ്ടിയാണ്, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്, ഈ കേരളത്തിന് വേണ്ടിയിട്ടാണ്. ഈ ധിക്കാരികളെ, ഈ ഏകാധിപതികളെ, ഈ ഫാസിസ്റ്റുകളെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുന്നതുവരെ വിശ്രമമില്ലാതെ പ്രവർത്തിക്കണം എന്ന് വിനയപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റന്നൂരിൽ എത്തിയ നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി.